നമസ്കാരം. ഞാൻ ഇന്നിവിടെ പ്രവചിക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കൂടാതെ ജോലി താൽക്കാലിക ജോലിയാണെങ്കിൽ സ്ഥിരമാകേണ്ട സാധ്യതയും കാണുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ പണം കെട്ടിയിട്ട് വളരെ വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവ് വരുന്നതാണ്. തത്വചിന്തകർക്കും വളരെ നല്ലൊരു സമയമാണ്. പ്രസംഗം തൊഴിൽ ആക്കിയവർക്കും ധാരാളം അവസരങ്ങളും സാമ്പത്തിക ഗുണങ്ങളും മറ്റു മെച്ചങ്ങളും പ്രതീക്ഷിക്കാം. ആത്മീയ ആചാര്യന്മാരെ തേടി ധാരാളം ഉത്തമരായ ശിഷ്യർ വരുന്നതാണ്. അതുപോലെ നീതിന്യായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങൾ ലഭ്യമാകാം. അഭിഭാഷകർക്കും ധാരാളം ഗുണമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. കേസുകളൊക്കെ ധാരാളം ലഭിക്കാം. ബാങ്കർ സ്ഥാപനം നടത്തുന്നവർക്ക് അവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ടാക്സ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നവർക്കും അതെല്ലാം അവർക്ക് GST ആയിരുന്നതിൻ്റെ എല്ലാം അവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ചിത്രകാരന്മാർക്കും വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. സംഗീതജ്ഞന്മാർക്കും അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു സമയമാണ്. അതുപോലെ മാന്ത്രികർക്കും ധാരാളം സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. വാക് സാമർഥ്യം വഴി നിങ്ങൾക്ക് പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു വാക് സാമർഥ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള തടസ്സങ്ങൾ എവിടെയെങ്കിലും ഓഫീസുകളിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ബന്ധുക്കളുടെ സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതിന് പിന്നെ നിങ്ങൾക്ക് ആഭരണങ്ങളും മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ സൈനികനായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരുന്നതിനുള്ള ലീവ് ഈ മാസം നിങ്ങൾക്ക് അനുവദിച്ച് ലഭിക്കുന്നതാണ്. വീട്ടിൽ വന്നാൽ ഭാര്യയായിട്ടും മക്കളുമായിട്ടും സ്നേഹം വയ്ക്കുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കുംഭമാസം. ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് മോശമായ ഫലങ്ങളെക്കുറിച്ചാണ്. ഇനി പക്ഷിവിഷ ഏൽക്കാതെയും വിഷജന്തുക്കളുടെ ആക്രമണം ഏൽക്കാതെയും വളരെ ശ്രദ്ധിക്കുക. തീപ്പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത കാണുന്നു, ശ്രദ്ധിക്കുക. വിദേശ യാത്ര നിങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം, പക്ഷേ ഗുണഫലം കുറവാകുന്നു. അശ്രദ്ധ മൂലം ധനനാശം വരാനുള്ള സാധ്യതയുണ്ട്. വെറുതെയുള്ള യാത്രകൾ ഒഴിവാക്കുക. വീട് നിർമ്മാണം നടത്തുന്നവർ അത് ഓരോ പരിധിയും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. പല ആപത്തുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടാം. അതായത് തസ്തികകളിൽ തരം താഴ്ത്തൽ വന്നേക്കാം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കലഹം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്തി നടപടികൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായിട്ട്, അതായത് മോശപ്പെട്ട ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി ബഹളം വഴക്കൊക്കെ ഉണ്ടാവാൻ, അടിപിടി കേസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദരരോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം വരാം. അതിന് ശ്രീ ശനീശ്വരന് പട്ടുവസ്ത്രം, നിവേദ്യം എന്നിവ വച്ചിട്ട് പ്രാർത്ഥിക്കുക. രാഹുകേതു ദേവതകൾക്കും അതുപോലെ തന്നെ പട്ടുവസ്ത്രം, നിവേദ്യം, ധാന്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം പരിഹാരമാകുന്നതാണ്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.